ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ സഭയിൽ ഏറ്റവും അധികം പെരുന്നാളുകൾ ആചരിക്കുന്നത് ദൈവമാതാവിൻ്റെ നാമത്തിലാണ്. പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഗണത്തിൽ പ്രഥമ സ്ഥാനം ദൈവമാതാവിന് വിശുദ്ധ സഭ കൽപ്പിച്ചു നൽകുന്നു. ദൈവമാതാവിന് നാം നൽകുന്ന ഈ അതുല്യമായ സ്ഥാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് യേശു കർത്താവ് പറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവവചനം ഗബ്രിയേൽ ദൂതനിലൂടെ വിശുദ്ധ കന്യാമറിയാമിനെ അറിയിച്ചപ്പോൾ അതിനെ ഉത്തമ ബോധത്തോടും വിശ്വാസ സ്ഥിരതയോടും വിശുദ്ധ കന്യാമറിയാം സ്വീകരിച്ച്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് ആ വചനത്തോട് അനുകൂലമായി പ്രതികരിച്ചു എന്നുള്ളതാണ്. മാതാവ് യഥാർത്ഥത്തിൽ പരിപൂർണമായ വിധേയത്വത്തിൻ്റെയും അനുസരണയുടെയും മാതൃകയാണ്. മാതാവിൻ്റെ വിധേയത്വവും അനുസരണയും പ്രഥമമായി ദൈവത്തോടും ദൈവവചനത്തോടുമാണ്. ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് യേശു തമ്പുരാൻ പറഞ്ഞത് ദൈവമാതാവിലൂടെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദൈവമാതാവിനെ ഒരിക്കലും നമ്മുടെ ആരാധനാ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനാകില്ല. അതുകൊണ്ടാണ് പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും ഗണത്തിൽ പ്രഥമ സ്ഥാനം ദൈവമാതാവിന് നൽകി വിശുദ്ധ സഭ വിശുദ്ധ കന്യകാമറിയാമിനെ ദൈവപ്രസവിത്രി, ദൈവമാതാവ് എന്നിങ്ങനെ സംബോധന ചെയ്ത് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ സഭ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദിസ മുഖ്യ യോഹന്നാനും എന്നിങ്ങനെ ദൈവമാതാവിനെ സ്മരിച്ചുകൊണ്ടാണ്. വിശുദ്ധ സൗവറിയോസിൻ്റെ മനീസ ആരംഭിക്കുന്നതും നിൻ മാതാവ് വിശുദ്ധന്മാർ എന്നാണ്. 4-ാം തുബ്ദോനിലും വിശുദ്ധ സഭ വിശുദ്ധ മാതാവിനെ ഓർക്കുന്നു. കൂടാതെ 5-ാം തുബ്ദോനിലും മറിയാം സംശയം കൂടാതെ ദൈവമാതാവ് എന്നെല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവാറിയോസ് എന്നും കാണുവാൻ സാധിക്കുന്നു. ഇപ്രകാരം വിശുദ്ധ സഭയിൽ വിശുദ്ധ ദൈവമാതാവിൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതായി കാണാം. ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ അഥവാ ശൂനോയ പെരുന്നാൾ മൊറോനായ പെരുന്നാളായി വിശുദ്ധ സഭ ആഗസ്റ്റ് 1 മുതൽ 15 വരെ ആചരിക്കുവാണല്ലോ. ഈ നോമ്പ് ദിനങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കേണ്ടതാണ്. ശൂനോയോ എന്നാൽ വാങ്ങിപ്പ് അഥവാ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കുക എന്നെല്ലാം അർത്ഥം. അതിനാൽ ശൂനോയ പെരുന്നാൾ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ വാങ്ങിപ്പിനെ സംബന്ധിച്ച് വിശുദ്ധ സഭാ പാരമ്പര്യം അമ്മ എഫേസോസിൽ വെച്ച് വിടവാങ്ങി എന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന ശിഷ്യഗണം ഇവിടെ സന്നിഹിതരായി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരിൽ നിന്ന് ജീവൽപ്രദമായ ശരീരം സ്വീകരിച്ചുവോ ആ പരിശുദ്ധ കന്യകയുടെ ശരീരം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ കാർമ്മികത്വത്തിൽ സകലവിധ ബഹുമതികളോടെ ശിഷ്യഗണം കബറടക്കി. എന്നാൽ ആ കാലത്ത് ഇന്ത്യയിലായിരുന്ന തോമാസ് ശ്ലീഹായ്ക്ക് മാത്രം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. ഇത് മറ്റു ശിഷ്യർക്കും അതീവ ദുഃഖത്തിന് കാരണമായി. എന്നാൽ തോമാസ് ശ്ലീഹ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയും സ്വർഗീയ സേനകൾ മാതാവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുന്നത് കാണുകയും ചെയ്തു. അതീവ ദുഃഖിതനായ തോമാസ് ശ്ലീഹ തൻ്റെ കരങ്ങൾ നീട്ടിയപ്പോൾ മാതാവ് താൻ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഇടകെട്ട് അദ്ദേഹത്തിന് നൽകി. പിന്നീട് എഫേസോസിൽ എത്തിയ തോമാസ് ശ്ലീഹ മാതാവ് തനിക്ക് നൽകിയ തൻ്റെ സുനോറ മറ്റു ശിഷ്യന്മാരെ കാണിച്ചു. എന്നാൽ അവർ അത് വിശ്വസിച്ചില്ല. പിന്നീട് മാതാവിൻ്റെ കബറിടം അവർ തുറന്നു നോക്കി. സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ മാതാവിൻ്റെ ശരീരം കിടത്തിയ പേടകം കാണുവാനില്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ താൻ ആരിൽ നിന്ന് ശരീരം സ്വീകരിച്ചുവോ ആ ശരീരം അഴുകി മണ്ണോട് ചേരുവാൻ യേശുക്രിസ്തു അനുവദിക്കാതെ മാതാവിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അമ്മയുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈ ദിനമാണ് ശുദ്ധമുള്ള ശൂനോയ പെരുന്നാളായി വിശുദ്ധ സഭ കൊണ്ടാടുന്നത്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപുത്രിയായും പുത്രനാം ദൈവത്തിൻ്റെ മാതാവായും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ മണവാട്ടിയായും അമ്മ മാറ്റപ്പെടുകയാണ് ചെയ്തത്. പ്രിയ ദൈവജനമേ, സ്വർഗത്തിൽ നമ്മൾക്ക് ഒരമ്മയുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനമെന്ന്. ആ അമ്മ സ്വർഗത്തിലിരുന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുമ്പോൾ അതിനപ്പുറമായി എന്ത് ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആയതിനാൽ സ്വർഗത്തിലെ അമ്മയെ പ്രതി നമ്മൾക്ക് ഓഗസ്റ്റ് 1 മുതൽ 15 വരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം, നോമ്പെടുക്കാം, ഉപവാസമെടുക്കാം. അതിന് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ശക്തി നൽകട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമ്മൾക്ക് കാവലും തുണയുമാകട്ടെ. ശൂനോയ പെരുന്നാളിൻ്റെ എല്ലാവിധ അനുഗ്രഹവും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.